നമസ്കാരം. മലപ്പുറം മുൻ എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഫോൺ ചോർത്തിയെന്ന് സൈബർ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് മലപ്പുറത്ത് എസ് പി സുജിത് ദാസ് ടെലിഫോൺ ചോർത്തിയിരുന്നത്? അത്തരം സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നത്. സാധാരണ നിലയിൽ ഫോൺ ടാപ്പ് ചെയ്യാൻ ഹോം സെക്രട്ടറിയുടെ അനുവാദം ആവശ്യമാണ്. എന്നാൽ അതിനൊരു ലൂപ്പ് ഹോളും കൂടി വേണ്ടതുണ്ട്. ആ ലൂപ്പ് ഹോൾ തിരിച്ചറിഞ്ഞാണ് ടെലിഫോൺ സംഭാഷണം ചോർത്തിയിരിക്കുന്നതെന്നാണ് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ലൂപ്പ് ഹോൾ എന്താണെന്നാൽ മാവോയിസ്റ്റ് ഭീഷണിയുടെ മറവിൽ ഫോൺ ചോർത്താൻ സാധിക്കും എന്നുള്ളതാണ്. സൈബർ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ഫോൺ സംഭാഷണത്തിലൂടെ PV അൻവർ MLA ആരോപണങ്ങൾ ശരിവെക്കുന്നതും അതാണ്. സ്വർണ്ണക്കടത്തുകാരുടെയും മറ്റും ഫോൺ ചോർത്തിയതും മാവോയിസ്റ്റ് ഭീഷണിയുടെ മറവിലാണെന്നുള്ളതും ആ ഫോൺ സംഭാഷണത്തിലുണ്ട്. അതായത് വ്യാജമായി കെട്ടിച്ചമച്ച മുൻകരുതൽ നടപടി എന്ന വിധത്തിലാണ് ഫോണുകൾ ചോർത്തുന്നതെന്നാണ് ആ ഫോൺ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗൾഫിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സ്വർണം തിരികെ കയറ്റി അയക്കുമ്പോൾ ഒറിജിനൽ സ്വർണം എന്ന വ്യാജേനയാണ് കയറ്റി വിടാറുള്ളതെന്നും പറയുന്നുണ്ട്. സൈബർ വിങ്ങിനകത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ ഫോൺ രേഖകളിൽ നിന്നുമാണ് കൂടുതൽ സത്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മലപ്പുറം SP സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇദ്ദേഹത്തിന്റെ കൈ ഇതിനകത്തുണ്ടെന്നുള്ളത് കൂടി തെളിയിക്കുന്നതാണ് ആ ഫോൺ സംഭാഷണം. മാത്രമല്ല, വയനാട് മലപ്പുറം ജില്ലകളിൽ ഫോൺ ചോർത്തണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതും ഹോം സെക്രട്ടറിയുടെ അനുമതിയോടെ. ശരിക്കും അതിന്റെ മറവിലാണ് SP സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുചേർന്നിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് എങ്ങനെ നടത്തുമെന്നുള്ള ചില കാര്യങ്ങൾ കൂടി ആ ഫോൺ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എത്ര ഗുരുതരമായ കുറ്റമാണ് SP ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ശരിക്കും LDF സർക്കാരിന്റെ പേര് കെടുത്തിയ ഈ കൊള്ളസംഘത്തെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ടുവേണം എല്ലാ കണ്ണുകളെയും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടത്. പ്രതിപക്ഷം എന്ന പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ എന്നേ ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ് സഖാവ് അൻവർ MLA എല്ലാ ഉന്നതന്മാരുടെയും തനി സ്വരൂപം വെളിപ്പെടുത്തിയതിലൂടെ തുറന്നു കാണിച്ചിരിക്കുന്നത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടതിന് ശേഷം ഉത്തരവാദിത്വത്തോടെ പെരുമാറിയ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് PV അൻവർ എന്ന് ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. MLA, നിങ്ങളൊരു അപാര മനുഷ്യൻ തന്നെയാണ്. പൊതുജനങ്ങൾ ജനങ്ങളുടേതാണെന്നും അതല്ലാതെ ഉദ്യോഗസ്ഥർക്ക് തലമറന്ന് എണ്ണ തേക്കാനുള്ളതല്ലെന്നും അവർ ജനങ്ങളുടെ കാവൽക്കാർ മാത്രമാണെന്നുള്ളത് ഒരിക്കൽ കൂടി അൻവർ MLA പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒരിക്കൽ ജോൺ ലൂയിസ് പറഞ്ഞു, ജനാധിപത്യത്തിന്റെ മുഴുവൻ ലക്ഷ്യവും അവർക്ക് അധികാരമുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നതുകൂടിയാണെന്ന്. അത് അൻവർ MLA തുടരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്.